നമസ്കാരം. നമസ്കാരമുണ്ട്. രമേശ് എന്നാ എൻ്റെ പേര്. രമേശ് ചേട്ടാ, നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയുള്ള വരവാണിത്. രമേശ് എന്ന് പറഞ്ഞാൽ എത്ര നാണം കെട്ട പേരാണോ? അയ്യോ അല്ലല്ല, വളരെ നല്ല പേരാണ്. വിവരമുള്ളവർക്ക് അതൊക്കെ അറിയാം. രമേശ് എന്ന് പറഞ്ഞ ഈ പേര് കൊണ്ടല്ലേ ഇത് ഇങ്ങനെ ഉയർന്നു വന്നത്. അതെ, താങ്ക് യു. അതെ, ഒരു സങ്കടം പറയാൻ വേണ്ടി വന്നതാണ്. അയ്യോ, ഞങ്ങളിവിടെ സന്തോഷം മാത്രം പറയുന്ന ഒരു പരിപാടിയാണിത്. അല്ല, എൻ്റെ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുമെന്ന് പുറത്ത് ഓരോരുത്തർ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓ, നിങ്ങൾക്ക് സന്തോഷം വേണം. ഓ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാം ചേട്ടാ. എൻ്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചു പോയി. തലയ്ക്ക് അടി കൊണ്ട് മരിച്ചു. ചേട്ടാ, അയ്യോ കരയല്ലേ, കരയല്ലേട്ടാ? കരയല്ലേ? ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ പിന്നെ എങ്ങനെ കരയാണ്ടിരിക്കും? സത്യം പറയാമല്ലോ, എൻ്റെ ഭാര്യയുടെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. എന്നെയോ അനുശ്രീനെയോ? ഇവിടെ രമേശ് പിഷാരടി തന്നെ വലിയ ഇഷ്ടമായിരുന്നു. ജീവിച്ചിരുന്നപ്പോ ഉണ്ട് അദ്ദേഹത്തിനൊന്ന് കാണണം എന്ന് പറയും. എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. എനിക്ക് സാധിച്ചില്ല കൊണ്ടൊന്ന് കാണിക്കാൻ. അയ്യോടാ, എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് കാണാമായിരുന്നു. അദ്ദേഹം നമ്പർ ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. ആണോ? അല്ലെങ്കിൽ ഞാൻ വന്ന് കണ്ടെങ്കിലും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ വലിയ അധ്വാനിയായിരുന്നു ആള്. ജോലി ഇഷ്ടം പോലെ അധ്വാനിക്കുന്ന ആളായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അധ്വാനിക്കാൻ പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ പുള്ളിനെ പണിക്ക് വിട്ടില്ല, നിങ്ങൾ തന്നെ എല്ലാ ജോലി? അതല്ല, ഞാൻ അധ്വാനിക്കാൻ പോയിട്ടില്ല, അദ്ദേഹം അധ്വാനിക്കാൻ. പുള്ളിനെ കൊണ്ട് പണിയെടുത്ത് തന്നെയായിരുന്നു. നമുക്കിത് ശീലമില്ലല്ലോ. പുള്ളി അങ്ങ് അധ്വാനിക്കാൻ അങ്ങനെ വീട് കഴിഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ ഒരു തലയ്ക്ക് അടി കൊണ്ട് മരിച്ചത്. അപ്പൊ അവസാനത്തെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ. ഇപ്പൊ നമുക്ക് അങ്ങനെ കാണാനോ തൊടാനോ എന്നെ തൊടണമെന്നോ ഒരു ആഗ്രഹം ഉണ്ട്, ചെയ്യാൻ പറ്റില്ലല്ലോ സുഹൃത്തെ. അല്ല, അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടുമല്ലോ. പിഷാരടി അതിനകത്തൊന്ന് തൊടുകയെങ്കിലും ചെയ്ത ആയിക്കോട്ടെ. അല്ല, അത് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനത് തരും. ഇതിനകത്ത് അവിടുന്ന് എടുത്തു വെച്ചപ്പോ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇത് ചിതാഭസ്മം ഒന്നും അല്ലല്ലോ, ഇതൊരു കരിങ്കല്ലല്ലേ? ഒരു സെക്കൻഡ്. എസ് ഐ സാറേ, അതെ, അച്ഛൻ്റെ മരണമൊഴിയിലേ കല്ലുകൊണ്ട് രമേശ് അടിച്ചു കൊന്നു എന്നല്ലേ? അത് ഞാൻ ഈ രമേശ് അല്ല, യഥാർത്ഥ രമേശിന്റെ ഫിംഗർ പ്രിന്റോട് കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. സാറേ